NMMS എക്സാമിൻ്റെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനിലാണ് നിങ്ങളെല്ലാവരും അല്ലേ. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള സമയം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇനി അങ്ങനെ പരന്ന് പഠിക്കാനുള്ള അല്ലെങ്കിൽ ഒരുപാട് തിയറികളൊക്കെ നിരത്തി വെച്ച് ഒരുപാട് ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്ത് പഠിക്കാനുള്ള ഒരു സമയമല്ല ഇനിയുള്ളത്. നമ്മൾ ഒരു ഒക്ടോബർ 1 മുതൽ നോക്കുകയാണെങ്കിൽ ഹാർഡ്ലി ഒരു 45-46 ഡേയ്സാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ഈ ഒരു 45 ഡേയ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതിനുള്ള പല ഏരിയാസ് നോക്കിയിട്ട് അതിൽ എക്സാമിന് ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യാൻ ഏറ്റവും കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഏരിയാസ് മാത്രം ഹാൻഡ് പിക്ക് ചെയ്ത് അതിൽ ഫോക്കസ് ചെയ്യാനുള്ള സമയമാണ്. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എക്സാമിന് മാർക്ക് വാങ്ങുക എന്നുള്ളതാണല്ലോ അൾട്ടിമേറ്റ് എയിം. അപ്പോൾ അതിന് വേണ്ട പോർഷൻസിൽ ഫോക്കസ് ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ എന്തൊക്കെയോ പഠിക്കുന്നുണ്ടാവും, ഏതൊക്കെയോ ഗൈഡ് റെഫർ ചെയ്യുന്നുണ്ടാവും, അൾട്ടിമേറ്റ്ലി മാർക്ക് നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. അപ്പോൾ അതിനുള്ള ഒരു ഹെൽപ്പോട് കൂടിയാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവസാനം വരെ കണ്ടിരിക്കുക. എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള നിങ്ങളുടേതായിട്ട് ഒരു കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുക എന്നുള്ള കാര്യം ഞാൻ ഈ ഒരു വീഡിയോയിൽ ത്രൂ ഔട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ നമ്മുടെ NMMS എക്സാമിൻ്റെ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓൾറെഡി രജിസ്ട്രേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. കാരണം എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് രജിസ്ട്രേഷൻ പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അൾട്ടിമേറ്റ്ലി എക്സാം എഴുതാൻ കഴിയില്ല. അപ്പോൾ രജിസ്ട്രേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഒരു ഒക്ടോബർ 15 വരെയാണ് അതിൻ്റെ ടൈം ഉള്ളത്. പിന്നെ എക്സ്റ്റൻഷൻ വരുമോ ഇല്ല എന്നൊക്കെയുള്ളത് പിന്നത്തെ കാര്യം. പക്ഷേ എന്തായാലും പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. അതിൻ്റെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളെല്ലാം പ്രോപ്പർ ആണെന്നുള്ളത് നേരത്തെ തന്നെ നിങ്ങൾ ഉറപ്പുവരുത്തുക. കാരണം അവസാനത്തേക്ക് ഇത്തരത്തിലുള്ള ഡോക്യുമെൻറ്റ്സിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസോ മറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പ്രിപ്പറേഷൻ, നമ്മൾ ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ ലാസ്റ്റ് മിനിറ്റിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും റിവൈസ് ചെയ്യാനൊക്കെ ഉണ്ടാവും. അതിൻ്റെ കൂടെ ഇങ്ങനെയുള്ള ഒരുപാട് ഗുലുമാലുകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ നമ്മൾ ഓടേണ്ടി വരും. അപ്പോൾ അതെല്ലാം നേരത്തെ തന്നെ റെഡി ആക്കിയിട്ട് രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്ത് ചെയ്യുക, പെട്ടെന്ന് റെഡിയാക്കി വെക്കുക. കാരണം നമ്മുടെ സ്റ്റഡി പ്ലാനിനെ അതൊന്നും ബാധിക്കാൻ പാടില്ല. ഓക്കെ, ഇനി രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ ആ ഒരു എക്സാമിൻ്റെ പാറ്റേൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. 2 പാർട്ടാണത്. ഒന്ന് മെൻ്റൽ എബിലിറ്റിയുടെ മാറ്റ് എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്, പിന്നെ നമ്മുടെ സോഷ്യൽ സയൻസും ബേസിക് സയൻസും മാത്സ് ഒക്കെ വരുന്ന സാറ്റ് എന്ന് പറയുന്ന സെക്കൻഡ് പാർട്ടുണ്ട്. ഈ 2 പാർട്ടുകളെയാണ് നമ്മൾ ഫേസ് ചെയ്യേണ്ടത്. അല്ല, 90 ക്വസ്റ്റ്യൻസ് ആണ് ഓരോ പാർട്ടുള്ളത്, 90 മാർക്സ് ആണ് ഓരോന്നിനും വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടൈം ഡ്യൂറേഷനും 90 മിനിറ്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം ബേസിക്കായിട്ട് അറിയാം അല്ലേ. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ മെൻ്റൽ എബിലിറ്റിയിൽ 90 മാർക്സിന് വരുന്നത് പോലെ തന്നെ SATയിലെ സോഷ്യൽ സയൻസ് 35 മാർക്സ് ആണ്, ബേസിക് സയൻസ് 35 മാർക്സ് ആണ്, മാത്തമാറ്റിക്സ് 20 മാർക്സ് ആണ്. അപ്പോൾ എന്തിനാണ് ഞാൻ ഈ ഒരു സെപ്പറേഷൻ ഇവിടെ എഴുതി കാണിച്ചത്? ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ്. കാരണം നമ്മൾ സ്കൂളിൽ ഒരു മാത്തമാറ്റിക്സിൻ്റെ എക്സാം എഴുതുകയാണെങ്കിൽ അതിൽ മാത്സിലെ കോൺസെപ്റ്റ്സ് മാത്രം വരിക. അതിൽ ഫുൾ മാർക്ക് വാങ്ങി അല്ലെങ്കിൽ ഒരു A+നുള്ള മാർക്ക് വാങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് A+ ഗ്രേഡ് കിട്ടും, A കിട്ടും, ഇതൊക്കെ കിട്ടും. ഇനി നിങ്ങളൊരു ബേസിക് സയൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ബേസിക് സയൻസിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രമാണ് വരിക. അപ്പോൾ അതിൽ ടോപ്പ് മാർക്ക് വാങ്ങിയാൽ നിങ്ങൾക്ക് ടോപ്പിലെത്താൻ പറ്റും. പക്ഷേ ഇവിടെ ഈ എക്സാമിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ, അല്ലെങ്കിൽ NMMS പോലെയുള്ള ഏതൊരു കോമ്പറ്റീവ് എക്സാമിൻ്റെ സ്പെഷ്യാലിറ്റി അതിൽ മൾട്ടിപ്പിൾ സബ്ജക്റ്റുകൾ ഉണ്ട് എന്നുള്ളതാണ്. ആ മൾട്ടിപ്പിൾ സബ്ജക്റ്റുകൾ ഉള്ളത് കൊണ്ടുള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ 90 മാർക്സ് ആണ് ഓരോ പേപ്പറിനും വരുന്നത്. അപ്പോൾ ആ ടോട്ടൽ 180 മാർക്സിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നു എന്നുള്ളതാണ് അവിടെ മാറ്റർ ചെയ്യുക. അല്ലാതെ നിങ്ങൾ മാത്സിൽ നിങ്ങൾ ഫുള്ള് കറക്റ്റാക്കിയിട്ടുണ്ടോ, പകുതി കറക്റ്റാക്കിയിട്ടുള്ളൂ എന്നുള്ളതും ആരും നോക്കില്ല. അല്ലെങ്കിൽ സോഷ്യൽ സയൻസിൽ നിങ്ങൾ ഫുള്ള് കറക്റ്റാണോ, ഹാഫാണോ കറക്റ്റ്, അല്ലെങ്കിൽ തീരെ എഴുതിയിട്ടില്ലേ, ഇതാരെങ്കിലും നോക്കുമോ? ഇല്ല. ടോട്ടൽ മാർക്കിൻ്റെ നിങ്ങൾക്ക് എഴുതുന്ന ആ എക്സാമിന് എഴുതുന്ന ടോട്ടൽ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ എത്രമാത്രം പെർഫോം ചെയ്തു, ഇതാണ് അവിടെ മാറ്റർ ചെയ്യുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റുഡൻറ്റ് സോഷ്യൽ സയൻസിലും ബേസിക് സയൻസിലും നല്ല സ്ട്രോങ് ആണ്. ആ കുട്ടിക്ക് ബൈ ഹാർട്ട് ചെയ്യാനും തിയറീസ് ഓർത്ത് വെക്കാനൊക്കെ നല്ല സ്കില്ലുണ്ട്. പക്ഷേ ലോജിക്കായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, മെൻ്റൽ എബിലിറ്റിയിലുള്ള പോലത്തെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സിൽ പോലത്തെ ക്വസ്റ്റ്യൻസിൽ കുറച്ച് പുറകോട്ടാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഈ സോഷ്യൽ സയൻസും ബേസിക് സയൻസും അയാൾ ഫസ്റ്റ് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ 35, 70 മാർക്സ് അതിന് സ്കോർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പിന്നെ ബാക്കി കുറച്ച് മാർക്ക് മാറ്റിൽ കുറച്ച് മാർക്ക് മാത്തമാറ്റിക്സിനും മാർക്ക് സ്കോർ ചെയ്തിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റും. ഇനി ഒരു സ്റ്റുഡൻറ്റ് ലോജിക്കായിട്ട് വളരെ ഹൈ തിങ്കിങ് ക്യാപ്പബിലിറ്റി ഉള്ള സ്റ്റുഡൻ്റാണ്. അതായത് മെൻ്റൽ എബിലിറ്റിയിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും, മാത്തമാറ്റിക്സിലെ കാൽക്കുലേഷൻസ് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ സോഷ്യൽ സയൻസിലുള്ള കാര്യങ്ങളൊക്കെ മെമ്മറൈസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ അത്ര ഇഷ്ടമല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മെൻ്റൽ എബിലിറ്റിയിലും മാത്തമാറ്റിക്സിലും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് ആൻഡ് ബേസിക് സയൻസ് ബാക്കിയുള്ള സമയത്ത് എന്ത് ചെയ്താൽ മതി, ഫോക്കസ് ചെയ്തിട്ട് ബാക്കി കുറച്ച് മാർക്ക് അതിൽ നിന്ന് വാങ്ങിയെടുക്കുക. അപ്പോഴും നിങ്ങൾക്ക് ബാലൻസ് ആകാൻ പറ്റും. ഇനി മെൻ്റൽ എബിലിറ്റി എന്ന് പറയുന്ന ഈ ഒരു പാർട്ടിനകത്ത് തന്നെ ഒരുപാട് സെപ്പറേഷൻസ് ഉണ്ട്, പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ പല സെഗ്മെൻറ്റും ആർക്കും എഴുതാൻ പറ്റുന്നതാണ്. എന്ന് വെച്ചാൽ ഭയങ്കര ഹൈ ഓർഡർ തിങ്കിങ് ഒന്നും വേണ്ട, സിമ്പിളായിട്ട് ആർക്കും എഴുതാൻ പറ്റുന്ന പാറ്റേൺ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, വിഷ്വലി ഉള്ള ക്വസ്റ്റ്യൻസ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവർക്കും ഈസിലി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ആ ക്വസ്റ്റ്യൻസും നിങ്ങൾ എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ A+ വാങ്ങലോ ഫുൾ മാർക്ക് വാങ്ങലോ അല്ല നമ്മുടെ ലക്ഷ്യം.
ഓക്കെ, ഇതിൽ നമുക്ക് സ്കോളർഷിപ്പിന് അർഹത നേടാനുള്ള ഒരു ബെഞ്ച് മാർക്കിൽ എത്തുക എന്നുള്ളതാണ്. അങ്ങോട്ട് എത്തുന്ന ആ പോക്കിൽ നമ്മൾ ഫസ്റ്റ് ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ സ്ട്രോങ് ഏരിയാസാണ് ഇൻസ്റ്റെഡ് ഓഫ് വീക്ക് ഏരിയാസ്. കാരണം ഇനിയുള്ള 45 ഡേയ്സിൻ്റെ അകത്ത് നമുക്ക് തീരെ ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ നമ്മൾ എക്സ്പേർട്ട് അല്ലാത്ത ബേസിക് ആയിട്ടുള്ള ഒരു ബേസിക്സ് ഇല്ലാത്തൊരു സബ്ജക്റ്റിനെ അതിൻ്റെ ബേസിക് കാര്യങ്ങൾ പഠിച്ചെടുത്ത് ആ വീക്കായ സബ്ജക്റ്റിനെ സ്ട്രോങ് ആക്കി എന്നിട്ട് അതിൽ എക്സൽ ആവാനുള്ള ടൈം നമ്മുടെ മുന്നിലുണ്ടോ? ഇല്ല. അതിന് നമുക്ക് മാസങ്ങൾ മുന്നേ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നടക്കുള്ളൂ. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റുകളിൽ നിന്ന് മാക്സിമം മാർക്ക് വാങ്ങിച്ചെടുക്കുക എന്നുള്ളതാണ്. ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റുകളിൽ നിന്ന് മാക്സിമം മാർക്ക് വാങ്ങിച്ചെടുക്കുക. ബാക്കിയുള്ള സബ്ജക്റ്റുകളിൽ നിന്ന് ഒരു മിനിമം മാർക്ക് എന്ത് ചെയ്യുക വാങ്ങും. മിനിമം ഇൻ ദ സെൻസ് നിങ്ങളുടെ ഒരു പ്രയോറിറ്റി അനുസരിച്ച് ഏറ്റവും ഈസി സബ്ജക്റ്റിന് മാക്സിമം, പിന്നെ അതിൽ നിന്ന് കുറവ്, ആ രീതിയിൽ എന്ത് ചെയ്യുക വാങ്ങിയെടുക്കുക. എക്സാമിനും ആ രീതിയിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവൈലബിൾ ടൈമിൽ നിങ്ങൾക്കറിയാം 90 മിനിറ്റ്സ് 90 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റിന് 1 മിനിറ്റാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റിക്കോളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ടഫായിട്ടുള്ള നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റാണ് ഫസ്റ്റ് ചെയ്ത് തുടങ്ങുന്നതെങ്കിൽ നമ്മുടെ ടൈം ഒരുപാട് വെറുതെ അവിടെ വേസ്റ്റ് ആവും. അതേസമയം നമുക്ക് സ്കില്ലുള്ള സബ്ജക്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹൈ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സാം എഴുതുന്ന സമയത്ത്, പഠിക്കുന്ന സമയത്ത് ഒക്കെ നമ്മൾ ഈ കാര്യങ്ങൾ അനലൈസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുന്ന സമയത്ത് വെറുതെ ഒരു പ്ലാൻ ഉണ്ടാക്കുക. അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ ഇപ്പോൾ ഒരുപാട് വീഡിയോസ് ഉണ്ടാവും, പല വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ അതിൽ ഒരുപാട് ആളുകൾ പലരും പല സ്റ്റഡി പ്ലാനുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവും. പക്ഷേ ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾ അങ്ങനത്തെ ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്യരുത്. കാരണം ഈച്ച് ആൻഡ് എവറി സ്റ്റുഡൻറ്റ് ഡിഫറെൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഓരോ സബ്ജക്റ്റിലും ഓരോ സ്റ്റുഡൻറ്റ് സ്കില്ല് ഡിഫറെൻ്റ് ആണ്, ഓരോരുത്തരുടെയും നോളജ് ഡിഫറെൻ്റ് ആണ്, അതിൽ അവർ പഠിച്ചിട്ടുള്ള എത്രമാത്രം പോർഷൻസ് കവർ ചെയ്തെന്നുള്ളത് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഒരു കോമൺ ആയിട്ടുള്ള എല്ലാവർക്കും ഒരേപോലെയുള്ളൊരു പ്ലാൻ വർക്കൗട്ട് ആവുക? ഒരിക്കലും വർക്കൗട്ട് ആവില്ല. അപ്പോൾ സ്റ്റഡി പ്ലാൻസ് ഓൾവേസ് കസ്റ്റമൈസ്ഡ് ആയിരിക്കണം, പേഴ്സണലൈസ്ഡ് ആയിരിക്കണം. എന്ന് വെച്ചാൽ ഞാൻ യൂസ് ചെയ്യുന്ന സ്റ്റഡി പ്ലാൻ ആയിരിക്കും എൻ്റെ ഫ്രണ്ട് യൂസ് ചെയ്യുന്നത്. കാരണം ഞങ്ങൾ രണ്ടുപേരും എന്തായാലും ഡിഫറൻസ് ഉണ്ടാവും, നമ്മളെല്ലാവരും തമ്മിലും ഡിഫറൻസ് ഉണ്ടാവും. അപ്പം നമ്മുടെ സ്കില്ലുകൾ, നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ്, നമ്മുടെ കഴിവുകൾ ഇത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാൻ. അപ്പം നിങ്ങളെക്കുറിച്ച് തന്നെ നന്നായിട്ട് അനലൈസ് ചെയ്യണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങളുടെ സ്ട്രോങ് ഏരിയാസ്, വീക്ക് ഏരിയാസ് അനലൈസ് ചെയ്തിട്ട് വേണം നിങ്ങളുടെ ഇനിയുള്ള ദിവസങ്ങളിലെ ടൈം അലോക്കേറ്റ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഇതായിരിക്കണം നിങ്ങളുടെ മൈൻഡിലുള്ളത്. അപ്പോൾ ഞാനിന്ന് ഒരിക്കലും നിങ്ങൾക്ക് ഒരു പ്ലാൻ തന്നിട്ട് ഈ എക്സാം വൈ ലേണിങ്ങിൻ്റെ വീഡിയോ കാണുന്ന മുഴുവൻ സ്റ്റുഡൻസും ഈ പ്ലാൻ തന്നെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ NMMS കിട്ടില്ല എന്നുള്ളത് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫേക്കാണ്, ഒരു ഫേക്ക് പ്രോമിസാണത്. കാരണം എന്താ? സ്റ്റഡി പ്ലാൻ എല്ലാവർക്കും ഡിഫറെൻറ്റാണ്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് സാമ്പിൾ 2 എക്സാമ്പിൾസ് കാണിച്ചു തരാം. ഓക്കെ, ഇതുപോലത്തെ ഒരുപാട് സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടാക്കാം. എങ്ങനെയാണ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്റ്റഡി പ്ലാൻ എന്നുള്ളത് ഞാൻ പറയും. പക്ഷേ അതിലുള്ള വാല്യൂസ് അല്ലെങ്കിൽ നിങ്ങൾ ഓരോ സബ്ജക്റ്റിന് എത്ര ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പേഴ്സണലായിട്ട് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം 145 ഡേയ്സ് ആണ് നമ്മുടെ മുന്നിലുള്ളത്. 180 മാർക്സ് അല്ലെങ്കിൽ 180 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ആൻസർ ചെയ്യാനുള്ളത്. ഓരോ സബ്ജക്റ്റിൻ്റെയും ഡിസ്ട്രിബ്യൂഷൻ ഇപ്പോൾ 90 മാർക്സ്, SS 35, മാത്സിന് 90, SS 35, BS 35, മാത്സ് 20 മാർക്സ് ഇങ്ങനെയാണുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡേയ്സിന് നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യാം? ഇത് ടോട്ടൽ 45 ഡേയ്സിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതൊരു അറേഞ്ച്മെൻ്റ് ആണ്. ഇതുപോലെ ഞാൻ വേറൊരു ടൈം ടേബിൾ കൂടി ഉണ്ട്. ഇവിടെയും ഈ വാല്യൂസ് എന്തുണ്ട്? ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ഏകദേശം മെൻ്റൽ എബിലിറ്റിയിലും അതുപോലെ തന്നെ മാത്സിലും കുറച്ച് പുറകോട്ടാണെന്ന് വിചാരിക്കാം. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അയാൾക്ക് ഒരുപക്ഷെ അത് ഒരുപാട് പഠിച്ച് കഴിഞ്ഞതുകൊണ്ട് ഈസി ആവാം, അല്ലെങ്കിൽ പഠിക്കാത്തത് കൊണ്ട് ടഫ് ആവാം. ഈ 2 പോസിബിലിറ്റീസ് ഉണ്ട്. അല്ലെങ്കിൽ എത്ര പഠിച്ച് കഴിഞ്ഞിട്ടും അയാൾക്ക് പ്രോപ്പറായിട്ട് ഇങ്ങോട്ട് ആൻസർ ചെയ്ത് എത്തുന്നില്ല അല്ലേ? അപ്പോൾ ഇങ്ങനെ പല ലെവലിലുള്ള ആളുകളുണ്ടാവും. ഇപ്പോൾ ഞാൻ ഇവിടെ ഈ സബ്ജക്റ്റുകൾ കൊടുത്തത് വെറുതെ ഈ മെൻ്റൽ എബിലിറ്റി മാത്സ് കണക്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ രണ്ടിലും ഒരു ലോജിക്കൽ പാർട്ട് വരുന്നതുകൊണ്ടാണ് അത് രണ്ടും കണക്ട് ചെയ്തത്. ഒക്കെ എല്ലാവർക്കും അങ്ങനെ ആയിക്കോളും ഒരു നിർബന്ധമില്ല. അപ്പോൾ ഈ വിചാരിക്കപ്പോൾ ഒരാൾ അപ്പോൾ മെൻ്റൽ എബിലിറ്റിയിലും മാത്സിലും എന്താണ് അയാൾ കുറച്ച് വീക്കാണെന്ന് വിചാരിക്കുക. പക്ഷേ അയാൾക്ക് തോന്നുകയാണ് അയാൾ കുറച്ച് സമയം കൂടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അയാൾക്കൊരു വീക്ക് എന്ന് പറയുമ്പോൾ ഭയങ്കര വീക്കല്ല, പക്ഷേ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഈ രീതിയിലുള്ള ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കാം. അതായത് ഒരു 12 ഡേയ്സ് മെൻ്റൽ എബിലിറ്റിക്ക് സ്പെൻഡ് ചെയ്യുക, 9 ഡേയ്സ് മാത്സിന് സ്പെൻഡ് ചെയ്യുക, 10 ഡേയ്സ് SS ബേസിക് സയൻസ് എന്ത് ചെയ്യുക സ്പെൻഡ് ചെയ്യുക. ഓക്കെ, ഇനി ഒരാൾ തീരെ ഒരു ഹോപ്പില്ല, അതായത് അയാൾക്ക് ഇനിയിപ്പോൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലും അതിലുള്ള ടഫായുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും മാത്സൊന്നും മാറ്റൊന്നും ചെയ്യാൻ പറ്റുന്നൊരു ഹോപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യുക? ഈ മാത്സിലും അതുപോലെ മെൻ്റൽ എബിലിറ്റിയിലും എന്തായാലും കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ.
എല്ലാ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഒരു മിനിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഉണ്ടാവും. ഞാൻ പറഞ്ഞ പോലെ മെൻ്റൽ എബിലിറ്റിയിലൊക്കെ 90 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ്, കുറച്ച് ഏരിയാസ് എന്തായാലും നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അങ്ങനത്തെ ഏരിയാസ് ഫോക്കസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നേരത്തെ അത്ര ഡേയ്സ് സ്പെൻഡ് ചെയ്യേണ്ട ഒരു 10 ഡേയ്സ് അങ്ങനത്തെ ഏരിയാസിൽ മെൻ്റൽ എബിലിറ്റി കൊടുക്കുക, ഒരു 7 ഡേയ്സ് മാത്സിന് കൊടുക്കുക, ബാക്കി 12 ഡേയ്സ് SS-നും BS-നും നിങ്ങൾ സ്പെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് ഞാൻ മാത്സും മെൻ്റൽ എബിലിറ്റി ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. ഇനിയിപ്പോൾ സോഷ്യൽ സയൻസും ബേസിക് സയൻസിൻ്റെ കേസ് ആണെങ്കിലും ഇങ്ങനെ തന്നെ. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ സ്റ്റുഡൻറ്റിന് സോഷ്യൽ സയൻസും ബേസിക് സയൻസും വളരെ ടഫാണ്, അല്ലെങ്കിൽ അത് ബൈ ഹാർട്ട് ചെയ്തിട്ടൊന്നും മൈൻഡിൽ നിൽക്കുന്നില്ല. പക്ഷേ മാത്സും മെൻ്റൽ എബിലിറ്റിയും നല്ല അടിപൊളിയാണെന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവൻ ഓൾറെഡി മാത്സിലെയും മെൻ്റൽ എബിലിറ്റിയിലെയും ഒരു വലിയ പോർഷൻ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ, അല്ലെങ്കിൽ എക്സാമിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ദിവസങ്ങളിൽ സോഷ്യൽ സയൻസ് ആൻഡ് ബേസിക് സയൻസിന് സ്പെൻഡ് ചെയ്യുക. കാരണം അടുത്തുള്ള സമയത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പെട്ടെന്ന് മറന്നു പോകില്ല. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ഈ പറയുന്നതൊക്കെ സ്പെഷ്യൽ കേസുകളാണ്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ സ്കിൽ അനലൈസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ ടൈം സ്പെൻഡ് ചെയ്യാൻ. പിന്നെ ലാസ്റ്റ് ഒരു 4 ഡേയ്സ്, മിനിമം 4 ഡേയ്സ് എങ്കിലും നിങ്ങൾ റിവിഷന് വേണ്ടി സ്പെൻഡ് ചെയ്യണം, മിനിമം. ഓക്കെ, കാരണം മിനിമം എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഈ 4 ഡേയ്സിനകത്ത് റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. മുന്നേ ഉള്ള വർഷങ്ങളിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുക, ചെയ്യാം. അല്ലാതെ ഓരോ ടോപ്പിക് വൈസ് വീണ്ടും തിയറികൾ റിവൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ 2 അഡ്വാൻറ്റേജ് ആണുള്ളത്. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ സാധാരണ തിയറി പഠിക്കുന്നതിനേക്കാളും ഫാസ്റ്റായിട്ട് നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ആവും. കാരണം അതിൻ്റെ സൊല്യൂഷനിലോട്ട് എത്തുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം നമ്മുടെ ബ്രെയിനെ വർക്ക് ചെയ്യിപ്പിക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ അത് ഒന്ന് സ്റ്റോർ ആവും. രണ്ടാമത്തെ കാര്യം, എല്ലാ വർഷങ്ങളിലുമുള്ള NMMSൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേണും കാര്യങ്ങളും എല്ലാ വർഷവും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരുപാട് ഏരിയാസ് ഉണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ആ ഏരിയാസ് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫോക്കസ് ഏരിയാസ്, NMMSൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ സ്ഥിരമായിട്ട് വരുന്ന ഫോക്കസ് ഏരിയാസ് മനസ്സിലാക്കാൻ അത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഈ 90 ക്വസ്റ്റ്യൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എക്സാം ഹാളിൽ ചെല്ലുമ്പോഴും ആ ഒരു ഫ്ലോയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ലാസ്റ്റുള്ളൊരു 4 ഡേയ്സ്, മിനിമം 4 ഡേയ്സ് എങ്കിലും നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ, അത് ആ ടൈം വെച്ച് ചെയ്ത് നോക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, വെറുതെ ചെയ്യുന്നതിന് പകരം റിയൽ എക്സാമിനെ പോലെ കറക്റ്റ് ടൈം വെച്ചിട്ട് അതുപോലത്തെ റൂമിൻ്റെ അകത്തൊക്കെ ഇരുന്നിട്ട് അതേപോലെ നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ്സ് എ ബെസ്റ്റ് തിങ്. ഓക്കെ, എന്ന് കഴിഞ്ഞിട്ട് എക്സാം പോലെ എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ആൻസർ വെരിഫൈ ചെയ്യാം, ഒക്കെ ചെയ്യാം. കാരണം ഇത് നമുക്കുള്ളൊരു പ്രാക്ടീസാണ്. ഒറിജിനൽ എക്സാം എഴുതാൻ പോകുന്നതിന് മുന്നേ നമ്മൾ ചെയ്യുന്ന മോക്ക് ടെസ്റ്റുകളാണ്. അപ്പോൾ അതെല്ലാം നിങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ നമ്മുടെ എക്സാം വൈയിൽ നിങ്ങൾക്ക് ഇതുപോലെ മോക്ക് ടെസ്റ്റുകൾ തരാറുണ്ട് അല്ലേ? ഫുൾ മോക്ക് ടെസ്റ്റുകൾ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. അതിന് മുന്നേ തന്നെ ചെറിയ പോർഷൻസ് വെച്ചുള്ള മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് തരാനുള്ള കാരണം എന്താണ്? നിങ്ങൾ ഈ കാര്യത്തിൽ നിങ്ങൾ എക്സ്പേർട്സ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആയിരിക്കണം നമ്മുടെ റിവിഷൻ പ്ലാൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഈ 4 സബ്ജക്ട്സ് നമ്മുടെ മൈൻഡിൽ വെച്ചിട്ട് നമ്മുടെ സ്കില്ലുകൾ അനലൈസ് ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്കില്ലുകൾ അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുക, ഓരോന്നിനും എത്ര ദിവസങ്ങൾ നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. ആ സ്പെൻഡ് ചെയ്യുന്നത് വേർത്തായിരിക്കണം. അതായത് നമ്മൾ ഒരു ദിവസം ഒരു സബ്ജക്റ്റിന് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടണം. വെറുതെ ഇരുന്ന് പഠിക്കുക, വെറുതെ ഇരുന്ന് വായിക്കുക എന്നുള്ളതല്ല. നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ അതിൻ്റെ റിട്ടേൺസ് മാർക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, കിട്ടണം. ആ രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് 2 സാമ്പിൾസ് കാണിച്ചതാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഒരു 100 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ 100 സ്റ്റുഡൻറ്റും ഡിഫറൻ്റ് ആയിരിക്കും. 1000 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ 1000 സ്റ്റുഡൻസും ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരുടെയും സ്റ്റഡി പ്ലാനിൽ ഡിഫറൻസ് ഉണ്ടാവും. കാരണം ആ ഡിഫറൻസ് കൊണ്ടുവന്നെങ്കിലേ നിങ്ങളുടെ പ്ലാൻ ആവുള്ളൂ, ഇല്ലെങ്കിൽ അത് എൻ്റെ പ്ലാനേ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഡിഫറൻസിൽ കൊണ്ടുവരിക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്ന സമയമാണ്. നമ്മുടെ കണ്ടൻറ്റിൽ നമ്മുടെ മാർക്ക് കിട്ടാൻ പോകുന്ന, സ്ഥിരം ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള കണ്ടൻറ്റിൽ ഫോക്കസ് ചെയ്ത് പിൻ പോയിൻ്റ് ചെയ്ത് ഫോക്കസ് ചെയ്യുന്ന ടൈമാണ്. അപ്പോൾ നമ്മുടെ എക്സാം വൈലാണെങ്കിൽ യൂട്യൂബ് ചാനൽ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റെക്കോർഡ് വീഡിയോസ്, ലൈവ് വീഡിയോസ്, മെൻറ്റി ക്യൂസുകൾ, ഷോർട്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇത്തരത്തിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടുള്ള വീഡിയോസാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോസ് ഏറ്റവും ബെസ്റ്റായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടൻറ്റ് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് എക്സാമിന് വേണ്ട എല്ലാ രീതിയിലുള്ള പ്രിപ്പറേഷനും അതിന് കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ NMMS സ്റ്റുഡൻസിന് വേണ്ട ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. നിങ്ങൾ ഏകദേശം ഒരുപാട് ആളുകൾ അതിൻ്റെ അകത്തുണ്ടാവും. ആ കമ്മ്യൂണിറ്റിയിൽ ഇതുപോലെ പോളുകൾ വരാറുണ്ട്, ഡെയിലി ക്വിസുകൾ പോലെ. അതായത് നിങ്ങൾക്ക് എല്ലാ ദിവസവും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വാട്സപ്പിലൂടെ തന്നെ പ്രാക്ടീസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. മോക്ക് ടെസ്റ്റുകൾ വരാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് വരാറുണ്ട്. സ്റ്റഡി മെറ്റീരിയൽസ്, ക്ലാസ്സിൻ്റെ ലിങ്കുകൾ, കാര്യങ്ങളെല്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ വരാറുണ്ട്. ആരെങ്കിലും വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോഴത്തെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കാണാൻ പറ്റും, ജോയിൻ ചെയ്യുക. അതിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോസസ്സിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. സോ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു യൂണിവേഴ്സൽ പ്ലാൻ അല്ല, അത് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള പേഴ്സണലൈസ്ഡ് പ്ലാനാണ്. പക്ഷെ അത് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. സോ ഓൾ ദി വെരി ബെസ്റ്റ്. ഇനിയുള്ള ദിവസങ്ങൾ വളരെ ക്രൂഷ്യലാണ്. ഒരു ദിവസം പോലും നമുക്ക് മിസ്
മിസ്സാക്കാനില്ല, അത് പിന്നീട് റിഗ്രറ്റ് ചെയ്യും നമ്മൾ മിസ്സാക്കി കഴിഞ്ഞാൽ. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ NMMS എക്സാമിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. ഒരു 45 ഡേയ്സ് ആണുള്ളത്, അത് ഡെഡിക്കേറ്റ് ചെയ്യുക. കാരണം അത് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും. അത് ആ സ്കോളർഷിപ്പ് കിട്ടുന്ന അല്ലെങ്കിൽ സ്കോളർഷിപ്പിന് അർഹരാകുന്ന സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റിൽ നമ്മുടെ നെയിം വരുന്നതാണ് അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ആ ഒരു മൊമെൻറ്റിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അത് നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻ. അത് അച്ചീവ് ചെയ്യുക എന്നുള്ളതായിരിക്കണം നെക്സ്റ്റ് 45 ഡേയ്സിലെ നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, സോ ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് ഉഷാറായിട്ട് പോട്ടെ പ്രിപ്പറേഷൻസ്.